ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിന്റെ ഉദ്ഘാടനം നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം മഴക്കാലത്ത് കരിമ്പുഴ തെരുവിലെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ ഇപ്പോൾ. കഴിയാതെ ഉദ്ഘാടനം നടത്താൻ റോഡിന്റെ ഉയരവ്യത്യാസവും ഓവുചാലുകളുടെ അഭാവവും കാരണം മഴവെള്ളം കൃത്യമായി ഒഴിഞ്ഞുപോകാതെ ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിക്കുകയാണ്. അല്പം മഴ പെയ്താൽ പോലും തെരുവിലെ കടകളിലും വീടുകളിലും വെള്ളം കയറുന്നത് വലിയ നാശനഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയാകാറുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തെങ്ങിന്തോട്ടം, പഞ്ചായത്ത് മെമ്പർമാരായ എൻ ഹംസ, മൈമുനത്ത് സാദിഖ്, ആമിന, ഫൗസിയ മുസ്തഫ എന്നിവരും നാട്ടുകാരായ ഉമ്മർ എം പി, ഹബീബ് തങ്ങൾ, കണ്ണൻ, കൃഷ്ണകുമാർ, ഓമന ഉണ്ണി, ബാബു, സി കെ മുഹമ്മദ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ഓവർസിയർ നീതു രാജീവ് അധികൃതർക്ക് വേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു. എത്രയും വേഗത്തിൽ തന്നെ പരിഹാരം കാണാമെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. ജനങ്ങളുടെ സ്വത്തിനും ജീവിതത്തിനും ഭീഷണിയാകുന്ന രീതിയിലുള്ള നിർമ്മാണത്തിലെ പിഴവുകൾ തിരുത്തണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. വൈകിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഒരു തീരുമാനമാണ്, അതായത് അവിടെ ഡ്രൈനേജ് ഞാൻ വിളിച്ചായിരുന്നു, MLA വിളിച്ചു, എക്ക് വിളിച്ചു. അപ്പൊ അവര് എന്റെ അടുത്ത് പറഞ്ഞു അവിടുന്ന് ഇവിടെ വരുമ്പോ ഇവിടെ വെള്ളം നിൽക്കാൻ പാടില്ല, അവിടുന്ന് കട്ടി കൂട്ടി ചെയ്തിട്ട് ഈ മണ്ണും പാടില്ല, മണ്ണില് കോൺക്രീറ്റ് ചെയ്തിട്ട് വൃത്തിയാക്കി കൊണ്ടുവരണം. വെള്ളം ഇവരെ തൊടിക്കോ കടലിലേക്കോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഭാഗം നമുക്ക് ഡ്രെയിനേജ് പറ്റൂല, അതറിയാം. അത് പരമാവധി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ 5 മീറ്റർ വീതിയും മറ്റേത് 1/2 മീറ്റർ എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ മീറ്റർ നോക്കണ്ട, പറഞ്ഞ രീതിയിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കത് തീരുമാനമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കി വരികയാണ്. അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ എന്താണ് തീരുമാനം അതുപോലെ ചെയ്യുന്നതായിരിക്കും.